മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസിൽ സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, വിശദാംശങ്ങൾ. അതായത് കോഴിക്കോട് നടക്കാവ് പോലീസ് സുരേഷ് ഗോപിക്കെതിരെ, നടനും BJP നേതാവുമായ സുരേഷ് ഗോപിക്കെതിരെ ഈ സംഭവത്തിൽ കേസെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് വാർത്തയായതാണ്. ആ സാഹചര്യത്തിലാണ് ആ കേസിനെ തുടർന്നുള്ള തുടർ നടപടികളുടെ ഭാഗമായി തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കാനുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മുൻകൂർ ജാമ്യം തേടിക്കൊണ്ടുള്ള ഒരു ഹർജി സുരേഷ് ഗോപിയുടേതായി ഇന്ന് കോടതിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് വെക്കേഷൻ കോടതിയാണ്. കോടതി ക്രിസ്തുമസ് ന്യൂ ഇയർ അവധിയോടനുബന്ധിച്ച് അവധിക്കാലമാണ്. പക്ഷേ ഇന്ന് സ്പെഷ്യൽ സിറ്റിംഗ് ഉണ്ട്, കോടതിയുടെ വെക്കേഷൻ സിറ്റിംഗ് ഉണ്ട്. ആ വെക്കേഷൻ സിറ്റിംഗ് നടത്തുന്ന ബെഞ്ചിൽ ജസ്റ്റിസ് C. പ്രദീപ് കുമാറിൻ്റെ ബെഞ്ചിൽ 284ാമത്തെ ഐറ്റമായി ഈ കേസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമെങ്കിലും ഈ കേസ് വരും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ്. നമുക്കൊക്കെ അറിയുന്നത് പോലെ ഈ ഒക്ടോബർ 27-ന് കോഴിക്കോട് വെച്ച് മാധ്യമപ്രവർത്തകരോട് പ്രതികരണം നടത്തവേ ഒരു വനിതാ മാധ്യമപ്രവർത്തകയുടെ തോളിൽ അനുവാദമില്ലാതെ സ്പർശിച്ചു. അതിനോട് ആ മാധ്യമപ്രവർത്തക എതിർപ്പ് പ്രകടിപ്പിച്ചു. പക്ഷേ അത് പരിഗണിക്കാതെ വീണ്ടും തോളിൽ തൊടാൻ ശ്രമിച്ചു. ആ സംഭവം പരാതിയായി ഉയർന്നു. നടക്കാവ് പോലീസ് കേസെടുത്തു. ഈ മാധ്യമപ്രവർത്തകയുടെ 164 സ്റ്റേറ്റ്മെൻറ്റ് മജിസ്ട്രേറ്റ് മുമ്പാകെ രേഖപ്പെടുത്തി. അതിൻ്റെ തുടർ നടപടി എന്ന നിലയ്ക്ക് സുരേഷ് ഗോപിയെ നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. 2 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ കൃത്യമായൊരു വിശദീകരണം നൽകാൻ ഇക്കാര്യത്തിൽ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞില്ല. തുടർന്നാണ് മാധ്യമപ്രവർത്തകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപിക്കെതിരെ വിവിധ വകുപ്പുകൾ ചേർത്ത് സ്ത്രീത്വത്തെ അപമാനിച്ചതടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി നടക്കാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികളിലേക്ക് കടന്നത്. സ്വാഭാവികമായും വളരെ ഗുരുതരമായ വകുപ്പുകൾ ഇതിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കേസിൽ തുടർ നടപടികളിലേക്ക് പോലീസ് ഇനി കടക്കാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിക്കുകയുണ്ടായത്. ഇന്നത്തെ സാഹചര്യത്തിൽ ആ കേസിൽ എന്തെങ്കിലും ഒരു തീർപ്പ് ഇന്ന് കോടതിയിൽ നിന്ന് ഉണ്ടാവാനിടയില്ല. പക്ഷേ സ്വാഭാവികമായും ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പോലീസിനോട് ഇക്കാര്യത്തിൽ നിലപാട് തേടും. ഇൻസ്ട്രക്ഷന് പോവുക എന്ന് പറയും. അങ്ങനെ ഒരു നിലപാട് സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ചോദിക്കേണ്ടതുണ്ട് കോടതിക്ക്. അപ്പോൾ പിന്നീടൊരു ദിവസത്തേക്ക് ഇത് പോസ്റ്റ് ചെയ്തിട്ട് അന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കേസ്, എന്ത് സാഹചര്യത്തിലാണ് കേസ്, എന്തുകൊണ്ടാണ് ഈ വകുപ്പുകൾ ചുമത്തിയത്, എന്താണ് ഈ കേസിൻ്റെ പശ്ചാത്തലം എന്ന കാര്യങ്ങളടക്കം കോടതിയെ പോലീസ് അറിയിക്കും. തുടർന്നായിരിക്കും ഈ ഹർജിയിൽ തുടർ നടപടികളിലേക്ക് കോടതി കടക്കുക. മറ്റൊന്ന്, ഈ ഹർജിയുടെ പകർപ്പ് കിട്ടിയാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും. ഇതിൽ നോട്ട് ടു അറസ്റ്റ് ചെയ്യരുത് എന്ന്, അറസ്റ്റിനൊരു സ്റ്റേ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ കോടതി അത് പരിഗണിച്ചേക്കാം. ഏതായാലും ഹർജി ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം വെക്കേഷൻ ജഡ്ജിന് മുമ്പാകെ ഈ കേസ് എത്തുകയും ചെയ്യും. ശരി, എന്തായാലും മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസിൽ സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. ഇതിന്റെ വിശദാംശങ്ങളാണ് സാലി മുഹമ്മദ് നൽകിയത്.